ലോഡുമായി എത്തിയ ലോറി ഡ്രൈവറെ മർദ്ദിച്ച കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ചിന്നക്കനാൽ പെരിയ കനാലിൽ തേയില ഫാക്ടറിയിൽ വിറകുമായി എത്തിയ ലോറി ഡ്രൈവറെയാണ് യൂണിയൻ പ്രവർത്തകർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അടിമാലി പ്രിയദർശിനി കോളനി ചേന്നാട്ട് വീട്ടിൽ സുമേഷിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ലോഡ് ഇറക്കുന്നതിനായി ലോറി മാറ്റിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യൂണിയൻ തൊഴിലാളികളായ 5 പേർ ചേർന്ന് ലോറി ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. തുടർന്ന് മർദ്ദിച്ചവരുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലും മർദ്ദനമുണ്ടായി. എൻ്റെ പേര് സുമേഷ് എന്നാണ്. എൻ്റെ വീട് അടിമാലി. ഞാൻ ലോറി ഓടിക്കുന്ന ലോറി ഡ്രൈവറാണ്. ഞാൻ കോതമംഗലത്ത് വിറകും കയറ്റി ടാറ്റയുടെ വിറക് കയറ്റി ഫാക്ടറിയിലോട്ട് പെരിയ കനാലിലേക്ക് എത്തുകയും അവിടെ ലോഡ് ഇറക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ യൂണിയൻകാർ മദ്യവെച്ചെത്തുകയും നിങ്ങളെന്നെ മദ്യവെച്ചിട്ടൊന്ന് ലോഡ് ഇറക്കണമെന്ന് ഞാൻ ചോദിക്കുകയും അതിന് തുടർന്ന് അവരെന്നെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു. വിറകുള്ളിലേക്ക് എടുത്ത് അടിക്കുകയും എൻ്റെ സാരമായ പരിക്ക് തലയിലൊക്കെ പരിക്കേൽപ്പിക്കുകയും അപ്പോൾ പുറത്തൊക്കെ കഴുത്തേലും പുറവൊക്കെ ഇടിക്കുകയും ചെവിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറവൊക്കെ ഇടിക്കുകയും ചെയ്തു. കോൺഗ്രസ് ദേവികുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റും INTUC ചിന്നക്കനാൽ വൈസ് പ്രസിഡന്റുമായ മുരുകപാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളായ പെരിയകനാൽ എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മുരുകപാണ്ടി, മുകേഷ് കുമാർ, മണികണ്ഠൻ, പാണ്ഡീശ്വരൻ, നന്ദകുമാർ എന്നിവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി ശാന്തൻപാറ പോലീസ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.